ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജന കാറിൽ നിന്ന് വന്ന് ഇറങ്ങുകയാണ്. അഞ്ജനയെ കണ്ടതും വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ അവൾ നേരെ വീട്ടിലേക്ക് കയറി വന്ന് ഓരോരുത്തരായിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. വല്യച്ഛ, മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട്. മുത്തശ്ശി പിന്നെ അവളുടെ വേഷമൊക്കെ കണ്ടിട്ട് ചോദിക്കും, അല്ല മോളെ, നീ എന്താ നോർത്ത് ഇന്ത്യൻ ആയോ? അത് മുത്തശ്ശി ഒരു പറ്റിക്കൽ. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ നിറം മാറിയാലേ ആളുകൾക്ക് ജീവിക്കാൻ പറ്റൂ. ഓ, അപ്പോൾ നീ ഓന്തായല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അഞ്ജന പറയാണ്, ആകട്ടെ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓന്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. എന്നിട്ട് അഞ്ജന ചോദിക്കും, മുത്തശ്ശി എന്നെ അകത്തേക്ക് ആനയിക്കുന്നില്ലേ? എന്നിട്ട് ഹിന്ദിയിൽ പറയുമ്പം അപ്പച്ചി പറയും, നിന്നെ ഞാൻ ബുലായിക്കാം, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് അപ്പച്ചി ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശിയുടെ മുഖത്ത് ചെറിയൊരു വിഷമം കാണുമ്പം സത്യം ചോദിക്കും, അമ്മേ. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇളയ മകൻ മനസ്സിലേക്ക് വന്നതാ സാഗർ. അവനും ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്നെ കണ്ടാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അവനെ ഞാൻ എൻ്റെ കൊച്ചുമോളിലൂടെ കാണുകയാണ്. അപ്പോൾ സത്യം പറയും, എന്നാലാവോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഹാളിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അപ്പച്ചി ആരതി തട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അഞ്ജനയെ ആരതി ഒഴിയാണ്. ആ സമയത്താണ് ഭവാനി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ അഞ്ജനയെ കണ്ടതും ആ മോളെ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. യാത്രക്ക് സുഖമായിരുന്നോ, വാ എന്നും പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവാണ്. അന്നേരം മുത്തശ്ശി പറയും, അഞ്ജനെ, നിന്നെ ഇവിടെ ഇട്ട് പൂട്ടാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾക്കൊന്നും അറിയാത്ത രീതിയിൽ അവളിങ്ങനെ എല്ലാവരെയും സൂക്ഷിച്ച് നോക്കും. ആ സമയത്ത് സത്യം ചോദിക്കും, എന്തിനാ മോളെ ഈ ഒരു ചെറിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി കിടക്കുന്നത്? ആ സമയത്ത് ഭവാനി പറയാണ്, ഇവൾക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണം. ഞങ്ങൾക്ക് എസ്റ്റേറ്റും ബംഗ്ലാവും ഒന്നും ഇല്ലല്ലോ. ഉണ്ടായിരുന്നു ഒരു മരുന്ന് കമ്പനി, എല്ലാം അറിയാമല്ലോ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയാണ്, എല്ലാറ്റിനും ഒരു പരിഹാരം കാണുകയാണല്ലോ ഭവാനി. അഞ്ജനെ, നിന്റെ കാര്യത്തിൽ മുത്തശ്ശി ഒരു തീരുമാനം എടുത്തു, നിന്റെ വിവാഹം. ആ സമയത്ത് അഞ്ജന ഇങ്ങനെ അന്തം വിട്ടിട്ട്, വിവാഹമോ? അതെ, അജയാണ് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. നീയും അഭിരാമിയും കുഞ്ഞുനാളായിരിക്കുന്ന സമയത്തെ ഞാൻ തീരുമാനിച്ചതാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരുത്തൻ അജയ് വിവാഹം കഴിക്കണമെന്ന്. ആ സമയത്ത് അഞ്ജന, അല്ല മുത്തശ്ശി എന്ന് പറയാൻ കൊണ്ടുവരുമ്പോൾ പറയും, ദേ നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഇനി നീ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നില്ല. ആ സമയത്ത് അഞ്ജന അമ്മയെ ഭവാനിയെ നോക്കിയിട്ട് ചോദിക്കും, അമ്മേ, വിവാഹോ? നീ വാ, വിശേഷങ്ങൾ ചോദിക്കട്ടെ എന്നും പറഞ്ഞിട്ട് നൈസായിട്ട് ഭവാനി അവിടുന്ന് അഞ്ജനയെ പിന്നീട് കാണിക്കുന്നത് ഭൂമി ബാങ്കിലേക്ക് വരികയാണ് മാനേജറെ കാണാൻ വേണ്ടിയിട്ട്. ലോണിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ വന്നതാണ്. മാനേജർ ഭൂമിയെ കണ്ടതും, ഇരിക്ക് ഭൂമി എന്ന് പറയും. അപ്പോൾ ഭൂമി ചോദിക്കുകയാണ്, ഞാൻ സാറ് പറഞ്ഞിരുന്നല്ലോ 2 ദിവസം കഴിഞ്ഞിട്ട് വിവരം പറയാമെന്ന്. വിളിച്ചാൽ മതിയായിരുന്നല്ലോ സാർ, എൻ്റെ ടെൻഷൻ കൊണ്ട് വന്നതാണ്. ഞാൻ മാനേജർ അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് വലിയൊരു എമൗണ്ട് ഭൂമിക്ക് തന്നു കഴിഞ്ഞു, ഇനിയൊരു രക്ഷയില്ല എന്ന്. അന്നേരം ഭൂമി സങ്കടപ്പെട്ട് പറയും, അച്ഛൻ്റെ അസുഖമാണ് സാർ, സമയം കാത്തു നിൽക്കില്ലല്ലോ, ഞാൻ നിസ്സഹായനാണ് ഭൂമി. ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മാനേജർ പറയും, ഭൂമി, നീ ഏത് ബാങ്കിനെ സമീപിച്ചാലും ഇതന്നെ ആയിരിക്കും അവസ്ഥ. ഏതെങ്കിലും ചാരിറ്റബിൾ സൊസൈറ്റിയെ സമീപിച്ചൂടെ? നോക്കണം, ഏതെങ്കിലും ഒരു വാതിൽ തുറക്കാതിരിക്കില്ല സാർ എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഞ്ജനയും അവളുടെ അമ്മയും കൂടെ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ അഞ്ജന ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ ഭവാനി ചോദിക്കും, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? നമ്മൾ എത്ര കണ്ട് പ്രതികരിക്കാതിരിക്കുന്നോ അത്രയും ദുരന്തങ്ങൾ നമ്മുടെ തലയിൽ വന്ന് വീഴും. ഇപ്പം നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ഭിക്ഷയാ, അത് ഏത് നിമിഷവും ഇല്ലാണ്ടാവാം. കടക്ക് പുറത്ത് എന്നൊരു സംബോധന ഏത് നിമിഷവും നീ പ്രതീക്ഷിക്കണം. അപ്പം അഞ്ജന ചോദിക്കും, അമ്മേ, എന്നെ പിടിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്പോയിലാവൂലേ? എൻ്റെ ബട്ടർഫ്ലൈ ലൈഫ് ബ്രേക്ക് ചെയ്യണോ? കുറച്ച് കഴിയട്ടെ. ഭവാനി ചോദിക്കും, നിനക്ക് അജയ് ഇഷ്ടമല്ലേ? വൈ നോട്ട്? അവനോടൊപ്പം ചുറ്റിക്കറങ്ങണം, ഹീസ് ഹാൻസം. ബട്ട് ഒരു സഡൻ മാരേജിന് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഭവാനി ചോദിക്കും, നിനക്ക് അവിടെ ആരെങ്കിലും? യു മീൻ പ്രപ്പോസൽസ്? ഉണ്ടല്ലോ, എത്ര പേരെന്നെ പ്രപ്പോസ് ചെയ്തു. ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അവന്മാരെ ഇട്ട് ചുറ്റിക്കറക്കുന്നു. അവർക്കറിയില്ലല്ലോ ഞാനൊരു ഫ്രോഡാണെന്ന്. അഞ്ജന, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. യെസ്, ഐ ആം സീരിയസ്. അമ്മ പറഞ്ഞോളൂ. ഇതാരുടെ വീടാ? അച്ഛൻ്റെ എന്ന് കരുതി ഈ വീട്ടിൽ നമുക്കൊരു അവകാശവും ഇല്ല. നിൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് നിനക്കറിയോ? സൂയിസൈഡ് എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എൻ്റെ മുത്തശ്ശിയും അപ്പച്ചിയും ഒക്കെ.
എന്നാൽ അതിലേക്ക് എത്തിച്ചത് ആരാണെന്നറിയോ? ഈ വീട്ടുകാരാണ്. ഈ വീട്ടുകാർ വിചാരിച്ചാൽ നിന്റെ അച്ഛന് ജീവൻ രക്ഷിക്കാമായിരുന്നു. പക്ഷെ അവരതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിന്റെ അച്ഛനെ ഇല്ലാണ്ടാക്കിയവരോട് പ്രതികാരം ചെയ്യാൻ പറ്റിയ സമയമാണ്. അതിന് നീ തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജനയെ ഇങ്ങനെ വിവാഹത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ്. നീ എനിക്ക് വാക്ക് തരണം, ഈ വിവാഹത്തിന് നിനക്ക് സമ്മതമാണെന്ന്, നീ റെഡിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അഞ്ജനയോട് വാക്ക് വാങ്ങിക്കുകയാണ് ഭവാനി. പിന്നെ കാണിക്കുന്നത് അച്ചേട്ടൻ ഇങ്ങനെ മുറ്റത്ത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ രാത്രി നടക്കുകയാണ്. മറ്റൊന്നുമല്ല, ഭവാനിയെ കണ്ടതും അവിടെ വെച്ചിട്ട് ആ ഗുണ്ടയായിട്ട് ഭവാനി സംസാരിച്ച കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അച്ചേട്ടൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭൂമി മുറ്റത്തേക്ക് നോക്കുമ്പം അച്ചേട്ടൻ ഇങ്ങനെ വിഷമിച്ച് ആലോചിച്ചിരിക്കുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ ഭൂമി ചിന്തിക്കുകയാണ്, അച്ഛനിങ്ങനെ വിഷമിച്ചിരിക്കാൻ പറ്റുന്ന സമയമല്ലല്ലോ, അച്ഛനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കും, അച്ഛാ എഴുതി കഴിഞ്ഞോ? എന്ത്? കവിതയാണോ നോവലാണോ? എന്താ എഴുതുന്നത്? അച്ഛൻ്റെ തലച്ചോറ് പുകയുന്നുണ്ടല്ലേ? വളരെ ശരിയാണല്ലോ. അപ്പോൾ ഭൂമി പറയും, ശരിയല്ലല്ലോ. അപ്പോൾ അച്ചേട്ടനും പറയാണ്, ശരിയല്ലല്ലോ. എന്നിട്ട് ഭൂമി പറയും, അച്ഛൻ്റെ തലച്ചോറ് സൂപ്പറാ ആണോ? അപ്പോൾ ഭൂമി ചോദിക്കുകയാണ്, സംശയമുണ്ടോ? ഒരു സംശയവും. എന്നിട്ട് ഭൂമി ചോദിക്കും, അച്ഛനെന്താ മാറി നിന്നൊരു ആലോചന? മുമ്പൊന്നും ഇല്ലാത്തതാണല്ലോ. അപ്പോൾ അച്ചേട്ടൻ പറയും, ഒന്നുമില്ല മോളെ, മൂഡ് ശരിയല്ല. അതിൽ ഭൂമി പറയാണ്, എങ്കിൽ അച്ഛൻ ആ പഴയ കഥ ഒന്നും കൂടെ പറയാം. ഏത് കഥ? ആ നാടക കഥ. എൻ്റെ മോളെ, ഞാനൊരു 10,000 വട്ടം പറഞ്ഞിട്ടില്ലയോ ഇത് ആ കഥ? അച്ഛൻ്റെ അമ്മയുടെയും പ്രേമ കഥയല്ലേ, എത്ര കേട്ടാലും എനിക്കത് മതിയാവില്ല. ഒന്ന് പറയച്ചാ. എന്നാ പറയാം. ഞാനൊരു ഭ്രാന്തനായിരുന്നു മോളെ. അതിപ്പോൾ ആർക്കാ അറിയാത്തത്? അയ്യോ, ആ ഭ്രാന്തല്ല, ഞാനൊരു നാടക ഭ്രാന്തനായിരുന്നു. എവിടെ നാടകം ഉണ്ടെങ്കിലും അവിടെ ഞാൻ ചൂട്ടും കെട്ടിപ്പോവും. നിൻ്റെ അമ്മയുടെ കുറേ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ ശീലാവതി നാടകത്തിലായിരുന്നു നിൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ പെർഫോമൻസ്. ആ നാടകത്തിൽ അവളുടെ ഭർത്താവിന്, മദ്യപാനിയായ ഭർത്താവിന് കരൾ രോഗം വന്നപ്പം അവളായിരുന്നു കരൾ പകുത്തു നൽകിയത്. ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓപ്പറേഷന് ക്യാഷ് ഉണ്ടാക്കിയത്. രോഗമൊക്കെ മാറിക്കഴിഞ്ഞ് ഭർത്താവ് ഒരു ദിവസം മദ്യപിച്ച് ലെക്ക് കെട്ട് വരുമ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം പിടിച്ച് ആ ഭർത്താവിനെ കൊന്നുമോളെ. അംബിക തകർത്താടി. ഞാനാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു, ജനങ്ങളാണെങ്കിൽ കൂട്ട കൈയടിയും. പിന്നെ ഞാൻ ഗ്രീൻ റൂമിൽ പോയി അംബികയെ പരിചയപ്പെട്ടു. ഓ, അങ്ങനെയാണ് ആ ചുമടെടുത്ത് തലയിൽ വെക്കുന്നത് അല്ലേ? എങ്കിൽ ഈ സീന് അമ്മ അഭിനയിക്കുന്നത് ഒന്നുകൂടെ കാണണമല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പം ആ സീനൊന്ന് അഭിനയിച്ച് കാണിക്ക്, ഞാൻ അമ്മയോട് പറയാം എന്ന് പറയുമ്പോൾ അച്ചേട്ടൻ ഇങ്ങനെ എന്തോ വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ നിൽക്കും. അപ്പം ഭൂമി ചോദിക്കും, എന്താ അച്ഛാ, എന്താ ഒരു വിഷമം? അപ്പോൾ അച്ചേട്ടൻ പറയാണ്, നമുക്ക് നമ്മുടെ പഴയ നാട്ടിലേക്ക് പോയാലോ? ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? മനസ്സിൽ എന്തൊക്കെയോ ഉരുണ്ട് കൂടുന്നു മോളെ. മനസ്സിൻ്റെ ശക്തി കുറയുന്നു, വല്ലാത്തൊരു ഭയം. ഞാൻ പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിക്കരുതെന്ന്? എല്ലാറ്റിനെയും മോള് കൂടെ ഇല്ലേ? മോള് കൂടെയുള്ളതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ബലം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അച്ഛനും മോളും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനാണ് കാണുന്നത്. അങ്ങനെ രാത്രി അഞ്ജന ഇങ്ങനെ അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അജയ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. അഞ്ജനയ്ക്കാണെങ്കിൽ അജയ് കണ്ടപ്പം വല്ലാത്ത സന്തോഷമാവാണ്. അങ്ങനെ അജയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഹായ് അജയ് എന്ന് വിളിക്കുകയാണ്. അജയ്ക്കാണെങ്കിലും അഞ്ജനെ കണ്ടപ്പോൾ നല്ല സന്തോഷം വരികയാണ്. അങ്ങനെ അജയ് അവിടെ അടുത്തേക്ക് ചെല്ലാണ്. അജയ്ക്ക് അവളെ ഒരു കൊച്ചു പെങ്ങളുടെ സ്ഥാനത്ത് കാണാനേ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അഞ്ജന അജയുടെ അടുത്ത് പറയാണ്, കഴിഞ്ഞ വർഷം വന്നപ്പം നിന്നെ കാണാൻ പറ്റിയില്ല, ഇപ്പം നമ്മൾ കണ്ടിട്ട് 2 വർഷമായി, നിനക്ക് എന്നെ കെട്ടാൻ പറ്റിയ ചെയ്ത്. കേൾക്കുമ്പോൾ അജയ്ക്ക് എന്തോ പോലെ തോന്നും. എന്നിട്ട് അജയ് പറയും, വാ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അപ്പം അഞ്ജന അവളെ അജയുടെ കൈ പിടിച്ചിട്ട് പറയാണ്, ഏയ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. ഏയ് നീ എന്താ അജയ് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ മാറി സംസാരിക്കുന്നത്? അതെ, ഞാൻ അല്പം തിരക്കില്ല, എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, എങ്കിലും ഇനിയും ആവല്ലോ എന്ന് അഞ്ജന ചോദിക്കുകയാണ്. ആ സമയത്ത് അജയ്ക്ക് പെട്ടെന്നൊരു കോൾ വരികയാണ്. എന്നിട്ട് അജയ് അവിടെ നിന്ന് അഞ്ജനയുടെ അടുത്ത് പറയും, എനിക്ക് സ്റ്റേഷനിൽ ഉടനെ എത്തണം, ഞാൻ പോവാണ്, പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാണ്. ആ സമയം അഞ്ജന ഇങ്ങനെ അജയ് പോകുന്നതും നോക്കി നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.